സ്റ്റീം കേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 മുട്ടയാണ്. 4 മുട്ടക്ക് 1 കപ്പ് മൈദയാണ് വേണ്ടത്. ഞാൻ 250 ml അളവുള്ള കപ്പിലാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഓറഞ്ച് ജസ്റ്റ്, ഓറഞ്ചിൻ്റെ പുറത്തുള്ള തൊലി ചുരണ്ടി എടുത്തതാണ്. പിന്നെ 1/4 ടീസ്പൂൺ വനില എസൻസ്, 1/2 കപ്പ് പഞ്ചസാര. ഈ കേക്ക് നിങ്ങൾക്ക് ടോപ്പിങ്ങോട് കൂടിയിട്ടോ ടോപ്പിംഗ് ഇല്ലാതെയോ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടോപ്പിങ്ങിന് മാച്ച് ആകുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ സിറപ്പും ജാമും ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പോൾ മാംഗോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മാംഗോൻ്റെ ജാമും മാംഗോൻ്റെ സിറപ്പും മാംഗോ പീസസും ആണ് യൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാമലൈഡ് ജാമാണ്. ഇത് ഓറഞ്ചിൻ്റെ ജാമാണ്. പിന്നെ 1 ഓറഞ്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ കുറച്ച് പീച്ച്. സ്റ്റീം കേക്ക് മിക്സ് തയ്യാറാക്കാനായിട്ട് ഞാൻ 4 മുട്ട ആദ്യം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ ഓറഞ്ച് ജസ്റ്റ്, 1/2 ടീസ്പൂൺ വനില എസൻസ്. ഇനി നമുക്കിത് ഡബിൾ സൈസായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളെ മുട്ട ഞാൻ ഏകദേശം പകുതിയോളം ബീറ്റ് ചെയ്തായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഊർന്ന് വീഴുന്നെങ്കിൽ ഇത് നമ്മളെ എഗ്ഗ് നമുക്ക് വേണ്ട പരുവത്തിലായിട്ടില്ല എന്നാണ്. ഇതിങ്ങനെ ഡ്രോപ്പായിട്ട് വീഴാണ് വേണ്ടത്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ ഡ്രോപ്പായിട്ടല്ലേ വീഴുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. എനിക്ക് എഗ്ഗിൻ്റെ മിക്സ് ഇതുപോലെ നല്ല ഞാൻ വിചാരിച്ച കൺസിസ്റ്റൻസി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തി കളയരുത്. ഫ്ലഫി ആവുന്നില്ല വെച്ചിട്ട് ഇത് കുറച്ച് സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ ബേക്കിംഗ് സോഡയും മൈദയും മിക്സ് ചെയ്ത് വെച്ചത് ഒരു അരിപ്പയിലൂടെ വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. കുറച്ചായിട്ട് ചെറുതായിട്ട് ഈ അരിപ്പയിലൂടെ ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് പൊടിയിട്ട് കൊടുക്കുക. ഇത് നമ്മളൊരു പരന്നിട്ടുള്ളൊരു വുഡൻ സ്പൂൺ ഇതുപോലത്തെ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് കളയരുത്. ഇതിന് കട്ട് ആൻഡ് ഫോൾഡ് എന്നാണ് പറയുന്നത്. ഈ രീതിയിൽ തന്നെ മിക്സ് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മളെ മുട്ടേൻ്റെ ഫ്ലഫിനെസ് പോവും. പിന്നെ നമ്മൾ കേക്ക് നന്നാവില്ല. അപ്പോൾ നമ്മളെ മൈദയും ബേക്കിംഗ് സോഡയിലെ മിക്സ് ഇട്ട് കഴിഞ്ഞ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കാം. ബേക്കിംഗ് ഡിഷിന് ആദ്യം നമ്മളൊന്ന് ബട്ടറോ നെയ്യോ ഒന്ന് പുരട്ടി കൊടുക്കണം നന്നായിട്ട്. ഞാനിവിടെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോർമൽ നെയ്യും യൂസ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഈ പാത്രം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഈ മിക്സ് എല്ലാ സ്ഥലത്തും ഒരുപോലെ സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ്. കേക്ക് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു റിങ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കേക്ക് ബിന്നിൻ്റെ ബേസ് വെള്ളത്തിൽ തട്ടാണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മളെ കേക്ക് മിക്സ് ഇതിലേക്ക് വെക്കാം. ഇനി നമുക്ക് 10 മിനിറ്റ് ഈ കേക്ക് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഈ കേക്ക് നന്നായി പൊങ്ങി വന്നിട്ട് ഉണ്ടാവും നമ്മൾ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അടച്ചു വെക്കുകയാണ്. നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ആവി പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള സാധനം ഇതിൻ്റെ മുകളിൽ വെക്കാം. ഇപ്പോൾ ഈ മൂടിക്ക് അത്യാവശ്യം കനമുള്ളത് കാരണം ഞാനൊന്നും വെക്കുന്നില്ല. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓറഞ്ച് സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസിൻ്റെ അകത്തേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്തു. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഓറഞ്ച് ജ്യൂസും പഞ്ചസാരേൻ്റെയും മിക്സ് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിക്കാകുന്നവരെ നമുക്ക് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കണം. ഇതിപ്പം കുറച്ച് വെള്ളം പോലെയാണുള്ളത്, ജസ്റ്റ് ഒന്ന് തിക്കായാൽ മതി. അപ്പം നമ്മൾ ഓറഞ്ച് സിറപ്പ് നമുക്ക് ആവശ്യമുള്ള കട്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ടോപ്പിംഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഓറഞ്ച് സിറപ്പാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് നമ്മൾ കേക്കിൻ്റെ എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് എല്ലാ സൈഡിലും സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ജാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ജാം നല്ല കട്ടിയായ പോലെ തോന്നുകയെങ്കിൽ നിങ്ങൾക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഞാൻ പീച്ച് വെച്ച് കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിൽ. അപ്പം നമ്മൾ സ്റ്റീംഡ് കേക്ക് വിത്ത് ഓറഞ്ച് സിറപ്പ് ആൻഡ് പീച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഒരു ടിപ്പ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഈ സ്റ്റീം കേക്ക് നമ്മൾ ഒരു ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മുട്ട യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ മുട്ടേൻ്റെ സ്മെല്ല് പിറ്റേ ദിവസത്തേക്ക് മാറിക്കിട്ടും. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ടോപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.